വചനമൊഴി ജൂലൈ 9. വചനഭാഗം റോമ 5:12-21, മർക്കോസിന്റെ സുവിശേഷം 12:1-12. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ പാട്ടത്തിനേൽപ്പിച്ചിട്ട് അവൻ യാത്ര പോയി. സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് അതിന്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ച് അയക്കുകയും ചെയ്തു. അവൻ വീണ്ടും ഒരുവനെ അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു. ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തന്റെ പ്രിയപുത്രൻ. എന്റെ പുത്രനെ അവർ മാനിക്കും എന്നു പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരൂ, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇതു കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. തങ്ങൾക്കെതിരെയാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഇസ്രായേലിന്റെ ദൗത്യവും ഇസ്രായേലിനെ പ്രത്യേകമായി ദൈവം എന്ത് ലക്ഷ്യത്തോടെ വിളിച്ചു എന്ന കാര്യവുമാണ് വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ ജീവിതം ഒരു ഉപമയിലൂടെ ഈശോ അവതരിപ്പിക്കുകയാണ്. ദൈവപിതാവ് നട്ടുപിടിപ്പിച്ച മുന്തിരിത്തോട്ടമായിരുന്നു ഈ പ്രപഞ്ചം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ക്രമീകരിച്ച ദൈവം സകല മനുഷ്യകുലത്തെയും സൃഷ്ടിച്ച് രൂപപ്പെടുത്തി. തന്റെ പ്രത്യേകമായ പദ്ധതി അനുസരിച്ച് മനുഷ്യകുലത്തെ നയിക്കുന്നതിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ജനതയായിരുന്നു ഇസ്രായേൽ. ആ ജനതയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ നൽകി അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. മനുഷ്യകുലത്തെ ദൈവോന്മുഖമായി നയിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ ജനതയ്ക്ക് നൽകി. ഇസ്രായേൽ ജനത അതനുസരിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടവരായിരുന്നു. എന്നാൽ തങ്ങളുടെ ദൗത്യത്തിൽ അവർ പരാജയപ്പെടുന്നു. കർത്താവിന്റെ പ്രവാചകന്മാരെയും കർത്താവിന് വേണ്ടി ഫലമന്വേഷിച്ച് വന്നവരെയും അവർ പീഡിപ്പിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവസാനം തന്റെ ഏകജാതൻ തന്നെ വന്നിരിക്കുന്നു. അവനോട് ഇസ്രായേൽ ജനത കാണിക്കുന്ന പ്രതികരണമാണ് സുവിശേഷത്തിൽ കാണുന്നത്. അവനെയും കൊന്നുകളയുന്നു. അവകാശം സ്വന്തമാക്കുവാൻ വേണ്ടി അവനെയും കൊന്നുകളയുന്നു. യജമാനനായ ദൈവം ഉത്തരവാദിത്വം ആ ജനതയിൽ നിന്നും എടുത്തു മാറ്റി പുതിയ ജനതയെ ഏൽപ്പിക്കുമെന്ന്. അപ്രകാരം സ്ഥാപിതമായ ജനതയാണ് സഭാ സമൂഹം. മിശിഹായിൽ കേന്ദ്രീകൃതമായി, മിശിഹായാകുന്ന മൂലക്കല്ലിൽ കേന്ദ്രീകൃതമായി സ്ഥാപിതമായ സഭയുടെ ദൗത്യമാണ് ഇന്ന് ലോകത്തിന് പ്രകാശമാകുക, മനുഷ്യകുലത്തെ സംരക്ഷിക്കുക, മനുഷ്യകുലത്തിന് ദൈവത്തിന്റെ വക്താക്കളായി നിൽക്കുവാൻ, മനുഷ്യകുലത്തിനു വേണ്ടി ദൈവത്തിന്റെ വക്താക്കളാകുവാൻ, ശുശ്രൂഷകരാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് സഭാ സമൂഹം.
ആ ദൗത്യം സ്വീകരിച്ചവരായ നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിന് സാക്ഷ്യം നൽകുകയും അവിടുന്ന് പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. മുന്തിരിത്തോട്ടത്തിന്റെ ശുശ്രൂഷകരായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അതിനെ അവകാശമാക്കാൻ, കൈവശമാക്കാൻ പരിശ്രമിക്കാതെ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിലെ ശുശ്രൂഷകർ എന്ന നിലയിൽ വർത്തിക്കുവാൻ, ദൈവത്തിന് നൽകേണ്ട ഓഹരി നൽകി വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.